കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് ടോക്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനഭാഗമെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത ഇതാണ്. ഒന്ന്, നമ്മുടെ കഴിവിനപ്പുറമുള്ളൊന്നും വരത്തില്ലെന്നേ. നിനക്ക് നേരെ ഉണ്ടാകുന്ന, നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലോകത്ത് ഒരു മനുഷ്യനും വരാത്ത കഷ്ടപ്പാടാണ് എനിക്കുള്ളതെന്ന് പറയും. കടബാധ്യത അനുഭവിക്കുന്നവർ പറയും, ഞാൻ അനുഭവിച്ചതുപോലത്തെ ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം ഓരോരുത്തരും അനുഭവിച്ചിട്ടില്ല. ചില രോഗികൾ പറയും, എനിക്ക് വന്ന രോഗം നിങ്ങൾക്ക് വല്ലതും വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു പറയും. കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ചില വ്യക്തികൾ പറയും, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ കുടുംബം കളഞ്ഞിട്ട് നിങ്ങൾ വേറെ വല്ല പണിക്കും പോകുന്നു. ഒന്നറിഞ്ഞോ, നമുക്കാ അത് വലുത്. നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് മാത്രമാണ്, നിങ്ങൾക്ക് മാത്രം അത്രയും വലുത് വന്നതെന്ന്. അല്ലല്ല, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവുന്നേ, അത് മനസ്സിലാക്കി. പക്ഷെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കാ ഏറ്റവും വലുതെന്ന്. അല്ല. ഹല്ലേലൂയ. അടുത്ത കാര്യം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു പ്രലോഭനം വന്നാൽ, ഒരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോയാൽ, ഏതെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, ഒന്ന് ഉറപ്പിച്ചോ, ഇത് നിങ്ങളുടെ കഴിവിനപ്പുറമല്ല. നിങ്ങളുടെ കഴിവിനപ്പുറമല്ല. നിനക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം നിനക്കുണ്ടാവില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, ആ പ്രശ്നത്തെ ജയിക്കുവാനുള്ള അഭിഷേകം, ആ പ്രശ്നത്തെ ജയിക്കുവാനുള്ള ആത്മബലം, ആ പ്രശ്നത്തെ ജയിക്കുവാനുള്ള ആത്മീക ശക്തി ദൈവം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആമേൻ. ഇത് നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം കേട്ടോ. എന്തെന്നറിയാവോ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അതിനെ ജയിക്കേണ്ട അഭിഷേകം ഓൾറെഡി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽക്കാർക്ക് ഗോലിയാത്ത്, ഇസ്രായേൽക്കാർക്കൊരു പേടി സ്വപ്നമായിരുന്നു. പക്ഷെ അവനെ നേരിടാൻ വന്ന ദാവീദിന് ഗോലിയാത്തൊരു പ്രശ്നമല്ലായിരുന്നു. സൈന്യമുണ്ടായിരുന്നു, സാവൂളുണ്ടായിരുന്നു, സാവൂളിൻ്റെ കയ്യിൽ വലിയ വാളുണ്ട്, വലിയ പടച്ചട്ടയുണ്ട്. പക്ഷെ അവർക്ക് ഗോലിയാത്തൊരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ആ പ്രശ്നത്തെ നേരിടാൻ മുന്നോട്ടിറങ്ങിയവന്, ആ ഗോലിയാത്ത് എന്ന പൈശാചിക ശക്തിയെ തകർക്കണം എന്ന ആ ഒരു ബോധ്യത്തോടെ ഇറങ്ങിയവന് അതൊരു പ്രശ്നമല്ലായിരുന്നു. കാരണം അവനറിയാം ഗോലിയാത്തിനേക്കാൾ വലിയ ദൈവം തൻ്റെ പക്ഷത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ എതിരിടാം, അല്ലെങ്കിൽ അതിനോട് ആത്മാവിൽ ഫൈറ്റ് ചെയ്യാമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, നിന്റെ മേൽ അഭിഷേകം കിടപ്പുണ്ട്, നിന്റെ മേൽ ആത്മബലം കിടപ്പുണ്ട്. അതില്ലാത്ത, ആ ഒരു ബോധ്യമില്ലാത്തവരാ പഴയ നിയമത്തിലെ സാവൂളിനെയും അതുപോലെ ദാവീദിൻ്റെ ചേട്ടന്മാരെയും ബാക്കിയുള്ള സൈനികരെയും പോലെ പേടിച്ചൊളിക്കുന്നത്. നമ്മൾ പേടിച്ചൊളിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയതുപോലെ നിനക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ, ദൈവം നൽകിയ ആത്മീക ആയുധങ്ങൾ കൊണ്ട് വെട്ടുവീഴ്ത്താനുള്ളവർ. അത് നിൻ്റെ മുന്നിൽ കിടപ്പുണ്ടെന്നേ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉറപ്പിച്ചോ, ഒരു അപ്ഗ്രേഡിങ് വന്നെന്ന്. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉറപ്പിച്ചോ, ഒരു അനോയിൻറ്റിങ്ങിൻ്റെ പകർച്ച വന്നെന്ന്. ഒരു തിന്മ നിനക്കെതിരെ വരുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ അപവാദം പറയുമ്പോൾ നീ ഉറപ്പിച്ചോ, നീ ഉയരാൻ സമയമായെന്ന്. ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും കൈയടിച്ച് ആരാധിക്കണം. എന്തെന്നറിയാവോ? അഭിഷേകം വർദ്ധിച്ചു. കാരണം ആ പ്രശ്നത്തെ ജയിക്കേണ്ട അഭിഷേകം നിന്റെ മുന്നിൽ വന്നു. ഇന്നലെ ഉണ്ടായിരുന്ന അഭിഷേകമല്ലെന്നേ. ഹല്ലേലൂയ. ഇത് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഞാനും ഇതിനകത്തൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയത് കൊണ്ടുമാണ് പറയുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉറപ്പിച്ചോ, ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഈ നമ്മൾ പറയുന്ന പോലെ മാങ്ങ ഉള്ള മാവിലെ കല്ലറ് വരത്തുള്ളൂ. നീ ഫ്രൂട്ട്ഫുൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് പ്രതിസന്ധി വരുന്നത്, കല്ലറ് വരുന്നത്. നീ ഫ്രൂട്ട്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ആർക്കും വേണ്ടത്, അതവിടെ കിടന്നോളൂ. കല്ലറ് വരുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൈവത്തിന് നിന്നെ കൊണ്ട് പ്രയോജനമുണ്ട്, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന വ്യക്തിയാണ്. ആ ബോധ്യത്തിലിരിക്കും. അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ പേടിച്ചോടുകയല്ല ചെയ്യേണ്ടത്. ദൈവമേ, എനിക്ക് അവിടെ നിന്ന് ഇതിനെ ഈ പ്രശ്നത്തെ തകർക്കുവാൻ അവിടെ നിന്ന് എനിക്ക് നൽകിയ അഭിഷേകം എൻ്റെ മുന്നിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ആ ബലത്തിൽ ഞാൻ ഇതിനെ തകർക്കുവാൻ പോവുക. അവിടെ നിന്ന് തന്നെ അതിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ
ശക്തി വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ പ്രശ്നത്തെ ആത്മബലത്താൽ തോൽപ്പിച്ച് മാറ്റാൻ നിന്റെ അഭിഷേകം, നിന്റെ മേലുള്ള അഭിഷേകം തീരുമാനിക്കും. മനസ്സിലായില്ലേ? നിന്റെ ജയത്തെ ആ അഭിഷേകമാണ് തീരുമാനിക്കുന്നത്. അഭിഷേകം വർദ്ധിക്കട്ടെ. ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ കൃപയുടെ ബോധ്യത്തിലേക്ക് നിങ്ങളെ വളർത്തട്ടെ. ഒരു പ്രശ്നമുണ്ടാകുന്നത് തകർക്കാനല്ല, വളർത്താനായിട്ടാണ്. ആ ബോധ്യത്തിലായിരിക്കും. നമ്മളെപ്പോഴും ഉയരുന്നവരാണ്, നമ്മൾ താഴ്ന്നു പോകില്ല. ക്രിസ്ത്യാനിക്ക് തോൽക്കാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനിക്ക് തീരാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനിയുടെ ദൈവം തോറ്റവനല്ല. ആ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.